ധനികരായ മുഖ്യമന്ത്രിമാരാണ് നമ്മുടെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ ആർക്കും വലിയ പ്രയാസമൊന്നും എന്തായാലും കാണില്ല. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി. 931 കോടിയിലധികമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആസ്തി. ദ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആൻഡ് നാഷണൽ ഇലക്ഷൻ വാച്ച് എന്നിവയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി നായിഡു തന്നെയാണ്. ജംഗമ സ്വത്തുക്കൾ ഉൾപ്പെടുന്നത് 810 കോടി രൂപയിലധികവും സ്ഥാവര സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നത് 121 കോടിയിലധികവുമാണ് എന്നാണ് നായിഡുവിൻ്റെ ആസ്തിയുടെ കണക്കുകൾ പറയുന്നത്. 27 സംസ്ഥാന നിയമസഭയിലെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിലവിലെ 30 മുഖ്യമന്ത്രിമാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പ്രകാരമാണ് തെലുങ്ക് ദേശം പാർട്ടി മേധാവിയായ നായിഡുവാണ് മുഖ്യമന്ത്രിമാരിലെ ധനികനെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും അവസാനമായി നടന്ന തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് ഈ പറയുന്നത്. നിലവിൽ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ്. 30 മുഖ്യമന്ത്രിമാരുടെയും ആസ്തി ഒരുമിച്ചെടുത്താൽ അത് 1632 കോടി രൂപയാണ്. അതായത് ഒരാളുടെ ആസ്തി ഏകദേശം 54 കോടി 42 ലക്ഷം രൂപയായിട്ട് കണക്കാക്കാൻ സാധിക്കും. റിപ്പോർട്ട് പ്രകാരം 2 മുഖ്യമന്ത്രിമാർ ബില്യണർമാരുമാണ്. പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡുവാണ്. BJP നേതാവായ അദ്ദേഹത്തിന്റെ ആസ്തി 332 കോടിയിലധികമാണ് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ ജംഗമ ആസ്തികൾ 165 കോടിയും സ്ഥാവര ആസ്തികൾ 167 കോടിയോളവുമാണ്. അടുത്തത് സിദ്ധരാമയ്യയാണ്. കർണാടക മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാവായ സിദ്ധരാമയ്യയുടെ മുഴുവൻ ആസ്തി 51 കോടിയോളമാണ്. ഇതിൽ 21 കോടി ജംഗമ സ്വത്തും 30 കോടി സ്ഥാവര സ്വത്തുമാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ആസ്തികളിൽ ഏറ്റവും പിന്നിലുള്ള നേതാവ്. രാജ്യത്തെ ഏറ്റവും ആസ്തി കുറവുള്ള മുഖ്യമന്ത്രിയുടെ ജംഗമ സ്വത്ത് 15,38,000 രൂപ മാത്രമാണ്. സ്ഥാവര സ്വത്ത് ഗുണത്തിൽ ഒന്നും തന്നെയില്ല. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ആസ്തിയും ജംഗമ സ്വത്തിനത്തിൽ മാത്രമാണുള്ളത്. 55,24,000 രൂപയുടെ സ്വത്തുക്കളാണ് അദ്ദേഹത്തിന് ഉള്ളത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആസ്തി 1,18,00,000 രൂപയാണ്. ഇതിൽ സ്ഥാവര സ്വത്ത് 86,95,000 രൂപയും ജംഗമ സ്വത്ത് 31,08,000 രൂപയുമാണ്. പുറത്തു വന്ന റിപ്പോർട്ടിൽ ആസ്തിക്കൊപ്പം മുഖ്യമന്ത്രിമാർക്ക് എതിരെയുള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. 30 പേരിൽ 40%, അതായത് 12 പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 10 പേർ ഗൗരവകരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് നേരിടുന്നത്. കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, കൈക്കൂലി, ക്രിമിനൽ ഭീഷണി എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിമാരുടെ ബാധ്യതയും കണക്കുകളും ഇതിൽ പറയുന്നുണ്ട്. 1 കോടിയിലധികം ബാധ്യതയുള്ള 11 മുഖ്യമന്ത്രിമാരാണ് ഉള്ളത്. അരുണാചൽ മുഖ്യമന്ത്രിയുടെ ബാധ്യത 180 കോടിയിൽ അധികമാണ്. പിന്നാലെ സിദ്ധരാമയ്യ 23 കോടി, ചന്ദ്രബാബു നായിഡു 10 കോടി എന്നിവരും വരികയാണ്.